സന്നിധി തന്നിൽ നായക. ഗുഡ് മോർണിംഗ്. ഏവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ഇന്നത്തെ ഈ പ്രഭാതം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ചില വചനങ്ങളുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കോണം ദൈവം അടിയനെ സഹായിച്ചു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ ഒരു വചനം നമ്മോടിങ്ങനെ സംസാരിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: മറ്റൊരു ദൂതൻ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിനു സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ള ശ്രോതാക്കളെ, ഒരു വിളഞ്ഞ കൊയ്ത്തിൻ്റെ കാലം അടുത്തിരിക്കുകയാണ്. ഈ വിളഞ്ഞ കൊയ്ത്ത് അല്ലെങ്കിൽ ഒരു ഗോതമ്പ് മണി ഒരു കർഷകൻ നിലത്ത് വിതച്ചു കഴിഞ്ഞാൽ അത് മുളച്ച് വളർന്നു വരുന്നു. ആ ഗോതമ്പ് മണി പറിക്കുവാൻ കാലമാകുമ്പോൾ ആ കർഷകൻ എന്ത് ചെയ്യുന്നു? അതിനെ പറിച്ച് കൂട്ടുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രഭാതത്തിൽ ഒരു വിളഞ്ഞ കൊയ്ത്ത്, ഒരു കൊയ്ത്തിന് സമയമായിരിക്കുന്നു. ആ കൊയ്ത്തിൻ്റെ കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ വാക്യത്തിൽ ഒരു ദൂതൻ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുക്രിസ്തുവിനോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കണം സാധിക്കുന്നുണ്ട്. ഈ ദൂതിൻ്റെ വ്യാപ്തി, അതിൻ്റെ പ്രാധാന്യത്തെ വളരെ ഏറ്റവും അടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ദൂതൻ പറഞ്ഞ കാര്യം ലോക നിവാസികളുടെ മേൽ അന്തിമമായ ഒരു ന്യായവിധി നടപ്പാക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം എന്താണെന്നാണ് ഈ ദൂതൻ ചോദിക്കുന്നത്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതായ സകല ജനത്തിന്മേലും ഒരന്തിമ ന്യായവിധി ഉണ്ടാകുന്നതാണ്. അതാണ് വിളഞ്ഞ കൊയ്ത്ത് കൊണ്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഇവിടെ ഈ കൊയ്ത്ത് നടത്തുവാൻ തൊക്കണം ഒരുങ്ങുമ്പോൾ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്നതായ ഞാനും നിങ്ങളും ആ ഗോതമ്പ് മണി പോലെ കൊയ്ത്തിന് പാകമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. കൊയ്യുവാൻ കർഷകൻ വരുമ്പോൾ ഞാനും നിങ്ങളും ഗോതമ്പ് മണി പോലെ ആ കൊയ്ത്തിന് പാകമായിട്ടുണ്ടോ? ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടവർ കൊയ്ത്തിന് പാകമായി എന്ന് ക്രിസ്തു അറിയുന്നു. എങ്ങനെയാണ് ഇത് നാം പഠിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മടങ്ങി വരവിൻ്റെ സമയത്ത് അപ്പോഴും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനവുമായി ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജനത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായും പ്രകടമാക്കുകയും ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും അവരുടെ ഹൃദയത്തിൽ വാഴുവാൻ അനുവദിക്കാത്തത് കൊണ്ട് ആ വ്യക്തികൾ പാപം ചെയ്യാതെ വരികയും അവർ നല്ല കൊയ്ത്തിന് വിളവുള്ള മക്കളായി മാറുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ ചിന്താവിഷയം, ആ വ്യക്തികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പഠിക്കുന്നതായ ചിന്താവിഷയം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞായ ആ 144,000 പേരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞ കാര്യം. അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം അവരിലുണ്ടാകും. അവർ ഒരു മാലിന്യപ്പെടാത്തതായ ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കും. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് അവർ തന്നെ ശോധന ചെയ്യുന്നു. അവർ സൃഷ്ടാവിനെ ആരാധിക്കുവാനുള്ള തിരഞ്ഞെടുപ്പിൽ എന്നേക്കുമായി അവർ ഉറക്കപ്പെടുകയും അങ്ങനെ സ്വർഗീയ രാജ്യത്തിലേക്കുള്ള രൂപാന്തരം പ്രാപിക്കുകയും സ്വർഗീയമായ ഭരണകൂടത്തിന് കീഴിൽ വസിക്കുന്നതിന് പൂർണ്ണമായി തയ്യാറെടുക്കുകയും ചെയ്യും. ഈ ജനത്തെക്കുറിച്ചാണ് നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇവരാണ്
144,000 പേർ. കൊയ്ത്തിൻ്റെ ആദ്യ ഫലം. പ്രിയമുള്ള ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു കൊയ്യുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഞാനും നിങ്ങളും വിളവുള്ള, കൊയ്യുവാൻ പാകമുള്ള നെൽമണിയാണോ ഗോതമ്പ് മണിയാണോ നാം ചിന്തിക്കുക. ഇന്നത്തെ ഈ പ്രഭാതം കർത്താവ് കടന്നു വരുമ്പോൾ, കൊയ്യുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ നാം നല്ല വിളഞ്ഞ നെൽമണിയായി ഇരിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാതം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വ്യക്തമായി ഇന്നത്തെ പ്രഭാതത്തിൽ വ്യക്തമായി നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നാം ഈ കാലഘട്ടം വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് വായിക്കുക. ആ 144,000 പേരിൽ ഞാനും കൂടെ കാണണം എന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ നല്ല നിലത്ത് വീണ നല്ല നെൽമണിയായി ഇരിപ്പാൻ ഇന്നത്തെ പ്രഭാതം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, നല്ല ഈ ഒരു പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ തന്ന വചനം കർത്താവെ, അവിടുന്ന് കൊയ്യുവാൻ കാലമായ കർത്താവെ, അടിയങ്ങൾ നല്ല വിളഞ്ഞ കർത്താവെ ഗോതമ്പ് മണികളായി തീരുവാൻ സഹായിക്കുമാറാകണം. അവിടുന്ന് കൊയ്യുവാൻ കർത്താവ് കടന്നു വരുമ്പോൾ ഞങ്ങൾ പാകപ്പെട്ട് നിൽപ്പാൻ തൊക്കണം ഞങ്ങൾ ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നു. അരുമനാഥ, ആ 144,000 പേരിൽ അടിയങ്ങൾ ഓരോ മക്കളും കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ചേർക്കമാറക്കണം. യേശു ക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം. നല്ല പിതാവായ ദൈവമേ, ആമേൻ.